ഹായ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഗെയിൻ നോളജ് മിഷന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജനുവരി 2025 തുടങ്ങി അതിൽ 6-ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സുകൾ നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ നമ്മുടെ കറണ്ട് അഫയേഴ്സുകൾ 2024 നവംബർ ഡിസംബർ മാസങ്ങളിലെ കറണ്ട് അഫയേഴ്സ് 2024 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും ജനുവരി 1 മുതലുള്ളത് 2025 എന്ന് പറയുന്ന പ്ലേലിസ്റ്റിലും അപ്ഡേറ്റ് ചെയ്ത് വരികയാണ്. കാരണം ഇത്തവണ സമയക്കുറവ് മൂലം കുറച്ച് ഡിലേ ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന കറണ്ട് അഫയേഴ്സ് 7-ാം തീയതി മുതൽ 9-ാം തീയതി വരെയാണ്. ജനുവരി 7 മുതൽ 9 വരെയുള്ള കറണ്ട് അഫയേഴ്സുകളാണ് ഇന്നത്തെ ദിവസം നമ്മൾ പരിചയപ്പെടുന്നത്. ഓക്കെ, ഈ വരുന്ന ഒരു 3-4 ദിവസം കൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അപ്ഡേറ്റഡ് ആയിട്ട് എത്തിയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ആദ്യം നോക്കാം ജനുവരി 7-ന്റെ ഒരു പ്രത്യേകത. ജനുവരി 7-ന് 200-ാം ജന്മവാർഷികം ആഘോഷിച്ച കേരളത്തിലെ നവോത്ഥാന നായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹത്തിന്റെ 200-ാം ജന്മവാർഷികമായിരുന്നു ഇന്ന് ജനുവരി 7. 2025 ജനുവരി 7-ന് ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ 200-ാം ജന്മവാർഷികമായിട്ടാണ് കേരളം ആചരിച്ചത്. ഓക്കെ, ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റ് ബ്രിക്സ് കൂട്ടായ്മ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ്. 2025 ജനുവരിയിൽ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായി അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ. നിലവില് ബ്രിക്സ് കൂട്ടായ്മയിൽ 10 രാജ്യങ്ങളാണുള്ളത്. ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക ഇവരായിരുന്നു ആദ്യത്തെ ബ്രിക്സ് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. പിന്നീട് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE, ഇന്തോനേഷ്യ എന്നീ അംഗങ്ങളും കൂടെ ഇതിനകത്ത് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ബ്രിക്സ് എത്ര അംഗങ്ങളുണ്ട്? 10 രാജ്യങ്ങളാണ് ഇപ്പോൾ ബ്രിക്സിൽ അംഗമായിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. അപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയിൽ ഇപ്പോൾ അവസാനമായിട്ട് അംഗത്വം നേടിയത് ആരാണ്? ഇന്തോനേഷ്യയാണ്. അപ്പോൾ അതിൽ ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന ഇവർ 2009 ജൂൺ 16-നാണ് അവർക്ക് അതിലേക്ക് അംഗത്വമാകുന്നത്. പിന്നീട് 2010 ഡിസംബർ 24-ന് സൗത്ത് ആഫ്രിക്കയും കൂടെ അതിനോടൊപ്പം ചേർന്ന് ബ്രിക്സ് ആയി. ഓക്കെ, പിന്നീട് 2024 ജനുവരി 1-ഓടുകൂടിയാണ് ഈജിപ്റ്റ്, എത്യോപ്യ, ഇറാൻ, UAE രാജ്യങ്ങളും കൂടെ അതിൻ്റെ ഭാഗമാകുന്നത്. ഇപ്പോൾ അവസാനമായിട്ട് ഇന്തോനേഷ്യ 2025 ജനുവരി 6-ാം തീയതിയോടുകൂടി ഇന്തോനേഷ്യയും ഈ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയിൽ ഔദ്യോഗികമായിട്ട് അവസാനമായിട്ട് അംഗമായ രാജ്യമാണ് ഏത്? ഇന്തോനേഷ്യ. അപ്പോൾ 10-ാമത്തെ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഓസ്കാർ പുരസ്കാരത്തിനുള്ള പ്രാഥമിക പട്ടികയിൽ കേരളത്തിൽ നിന്ന്, നമ്മുടെ മലയാളത്തിൽ നിന്ന് ഇടം നേടിയ ചിത്രമാണ് ആടുജീവിതം. അല്ലേ, നമ്മളെല്ലാവരും ഒരു ഓസ്കാർ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ഒരു ചിത്രമാണ് ഏത്? ആടുജീവിതം. അപ്പോൾ ആടുജീവിതത്തിന് ഓസ്കാർ നോമിനേഷൻ കിട്ടി എന്നത് ഒരു പ്രധാന വാർത്തയാണ്. അടുത്ത നമുക്ക് നോക്കാം. ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നു. ഇല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ഇന്ത്യ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിക്കുന്നതാണ്. 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയതിന്റെ സ്മരണയ്ക്കായിട്ടാണ് നമ്മൾ എന്താ ആചരിക്കുന്നത്? ജനുവരി 9 പ്രവാസി ഭാരതീയ ദിവസമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ജനുവരി 9 എന്തായിട്ട് ആചരിക്കുന്നു? പ്രവാസി ഭാരതീയ ദിവസ് ആയിട്ട് ആചരിക്കുന്നു. ഇത്തവണത്തെ 2025 പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ, അതായത് 18-ാമത്തെ പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി എന്ന് പറയുന്നത് ഒഡീഷയിലെ ഭുവനേശ്വർ ആണ്. 18-ാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന്റെ വേദി എന്ന് പറയുന്നത്. ഇത്തവണത്തെ മുഖ്യ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ക്രിസ്റ്റിൽ കാർല കങ്കലു. ആരാണ്? ക്രിസ്റ്റിൽ കാർല കങ്കലു. അദ്ദേഹമാണ് ഇത്തവണ മുഖ്യാതിഥിയായിട്ട് ഈ പ്രവാസി ഭാരത ദിവസത്തിൽ എത്തിയിട്ടുള്ളത്. അപ്പോൾ ജനുവരി 9 പ്രവാസി ഭാരത ദിവസമായിട്ട് ആചരിക്കുന്നു. 2025 അതായത് 18-ാമത് പ്രവാസി ഭാരത ദിവസത്തിന്റെ വേദി എന്ന് പറയുന്നത് ഒഡീഷയിലെ ഭുവനേശ്വർ ആണ്. ഇത്തവണത്തെ വിശിഷ്ടാതിഥി ക്രിസ്റ്റൽ കാർല കങ്കലു, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോയുടെ പ്രസിഡന്റാണ്. അതേപോലെ ഈ പ്രവാസി ഭാരത ദിവസത്തിന്റെ ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത് വികസിത ഭാരതത്തിന് പ്രവാസികളുടെ സംഭാവന. എന്നതാണ് ഇത്തവണത്തെ പ്രവാസി ഭാരത ദിവസത്തിന്റെ ഒരു പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിനൊക്കെ പഠിക്കുന്നത്, യൂണിഫോം ടെസ്റ്റുകളൊക്കെ തയ്യാറെടുക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. അല്ലെ, നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. പുതിയ നിയമമാണ് BNSS, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. നമ്മുടെ പഴയ CRPC മാറ്റി കൊണ്ടുവന്നതാണ്. അതില് സെക്ഷൻ 479 ഒരു വ്യവസ്ഥയുണ്ട്. അതായത് ആദ്യ തവണ കുറ്റവാളികളാകുന്നവരെ പരമാവധി തടവ് ശിക്ഷയുടെ 1/3 ശിക്ഷ അനുഭവിച്ച ശേഷം ഉപാധികളോടെ മോചിപ്പിക്കാം. ഇങ്ങനെ ആദ്യ തവണ കുറ്റവാളികളാകുന്നവരെ, അതായത് ഫസ്റ്റ് ടൈം കുറ്റവാളികളാകുന്നവരെ പരമാവധി തടവ് ശിക്ഷയുടെ
മൂന്നിലൊന്ന് ശിക്ഷ അവർ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എന്ത് ചെയ്യാം? അവരെ ഉപാധികളോടെ മോചിപ്പിക്കാം. ഇതിന്റെ പ്രധാന ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. വിചാരണ തടവുകാരുടെ എണ്ണം കുറയ്ക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നടപ്പാക്കിയതാണ് ഈ ഒരു സെക്ഷൻ 479. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 479. അതിൽ പറയുന്നത് എന്താണ്? ആദ്യ തവണ കുറ്റവാളികളാകുന്നവരെ പരമാവധി തടവ് ശിക്ഷയുടെ മൂന്നിലൊന്ന് ശിക്ഷ അനുഭവിച്ച ശേഷം ഉപാധികളോടെ മോചിപ്പിക്കാം. ഇത് നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടു എന്നൊരു വാർത്ത അടുത്തിടെ വന്നു. അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഓർത്തിരിക്കുക. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയുടെ സെക്ഷൻ 479. അപ്പൊ യൂണിഫോം പോസ്റ്റ് തയ്യാറെടുക്കുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക്കിൽ ഇതോടെ ഒന്ന് നോക്കിയിട്ട് പോവുക. കറണ്ട് അഫയേഴ്സിൽ വരുന്നൊരു ഭാഗം കൂടെയാണ്. ഓക്കെ. അതുപോലെ ISROയ്ക്ക് പുതിയ മേധാവി. ഇത്തവണ നമ്മൾ ഇന്ന് പഠിക്കുന്നതിൽ ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്. അപ്പൊ ISROയ്ക്ക് പുതിയ മേധാവിയായിട്ട് ആര് ചുമതലയേക്കുന്നു? വി നാരായണൻ. ശ്രീ വി നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാനായിട്ട് നിയമിതനാകുന്നത്. ഇവിടെ നിലവിലെ ചെയർമാനായ എസ് സോമനാഥ് അദ്ദേഹം സ്ഥാനം ഒഴിയുന്നവരൊക്കെയാണ്. ആര് ചെയർമാനാകുന്നത്? വി നാരായണൻ. അപ്പൊ ISROയുടെ പുതിയ ചെയർമാനാണ് ആര്? വി നാരായണൻ. നോട്ട് ചെയ്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഓക്കെ. അടുത്തതായിട്ട് നമ്മുടെ ഒരു കണക്കാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനം, നമ്മുടെ GDP എന്ന് പറയുന്നത് 6.4% സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഓക്കെ. സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തിറക്കിയ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് NSO പുറത്തിറക്കിയ കണക്ക് പ്രകാരം എന്താണ് ഈ വർഷത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനം എന്ന് പറഞ്ഞാൽ എത്ര ശതമാനമാണ്? 6.4% ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ആന്റിസിപ്പേറ്ററി കണക്ക് അവർ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ നടപ്പ് വർഷത്തെ GDP വളർച്ചാ നിരക്ക് സംബന്ധിച്ച ആദ്യത്തെ ഒരു അനുമാന കണക്കാണ് ഇപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്ന 6.4%. അപ്പോൾ 2024-25 വർഷത്തെ ഇന്ത്യയുടെ പ്രതീക്ഷിത GDP എന്ന് പറയുന്നത് എത്രയാണ്? 6.4%. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ. അതുപോലെ ഈ അടുത്തിടെ വന്നൊരു വാർത്തയാണ്. അസമിലെ ഉംറാങ്സോ എന്ന് പറയുന്ന കൽക്കരി ഖനിയിൽ കുറച്ച് തൊഴിലാളികൾ കുടുങ്ങിയിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതിനെപ്പറ്റി ഒരു വാർത്ത നമ്മുടെ അടുത്തിടെ പത്രങ്ങളിലൊക്കെ വന്നതാണ്. അവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളുക. ഉംറാങ്സോ കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന ഏത് സംസ്ഥാനത്താണ്? ആസാമിലാണ്. ഉംറാങ്സോ കൽക്കരി ഖനി ഏത് സംസ്ഥാനത്താണ്? ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ ആസാമിലെ മുഖ്യമന്ത്രിയെ കൂടെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഹിമന്ത ബിശ്വ ശർമ്മ. ഹിമന്ത ബിശ്വ ശർമ്മയാണ് അസമിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഓക്കെ. അപ്പോൾ ഓർത്തിരിക്കുക, ഉംറാങ്സോ കൽക്കരി ഖനി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആസാമിലാണ്. അതുപോലെ ആന്ധ്രാപ്രദേശിൽ ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിലുള്ള ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബിന്റെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി അടുത്തിടെ നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ ജസ്റ്റ് നോട്ട് ചെയ്തോളുക. ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിലുള്ള ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബിന്റെ ശിലാസ്ഥാപനം എവിടെ നിർവഹിച്ചു? വിശാഖപട്ടണത്ത് പ്രധാനമന്ത്രി നിർവഹിച്ചു. അപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ്, രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ്? വിശാഖപട്ടണത്താണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ് എന്ത് വരുന്നത്? ദേശീയ ഹരിത ഹൈഡ്രജൻ മിഷന്റെ കീഴിലുള്ള ആദ്യത്തെ ഗ്രീൻ ഹൈഡ്രജൻ ഹബ്ബ് നിലവിൽ വരാൻ പോകുന്നത്. അപ്പോൾ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുടെ പേരിലൂടെ ഒന്ന് പഠിച്ചോളാം. ആന്ധ്രാപ്രദേശിലെ നിലവിലെ മുഖ്യമന്ത്രിയാണ് ചന്ദ്രബാബു നായിഡു. ഓക്കെ. അതുപോലെ നമ്മൾ മുന്നേ കറണ്ട് അഫയേഴ്സിൽ കണ്ടതാണ് നമ്മുടെ സംസ്ഥാന സ്കൂൾ കലോത്സവം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദി എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ഇത്തവണ തിരുവനന്തപുരത്ത് നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ജേതാവായിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയാണ്. പ്രത്യേകം നോട്ട് ചെയ്തോണം, തൃശ്ശൂർ ജില്ലയാണ് ഇത്തവണത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ജേതാവ്. 2ാം സ്ഥാനം പങ്കെടുക്കുന്നത് പാലക്കാടാണ്. ഓക്കെ. അപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആര് ജേതാവായി? തൃശ്ശൂർ ജില്ല ജേതാവായി. 2ാം സ്ഥാനം പാലക്കാടിനാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും കൂടെയാണ്, നമ്മുടെ മലയാളത്തിന്റെ ഭാവഗായകൻ P ജയചന്ദ്രൻ അവർ അടുത്തിടെ വിട പറഞ്ഞു. 2024 ജനുവരി 9 ആരന്തരിച്ചു? പ്രശസ്ത ഗായകൻ, നമ്മുടെ ഭാവഗായകൻ P ജയചന്ദ്രൻ അന്തരിച്ചു. അപ്പൊ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് 2014 ഹരിവരാസനം പുരസ്കാരം നേടിയിട്ടുണ്ട്. നോട്ട് ചെയ്തോളാം. 2014 ഹരിവരാസനം പുരസ്കാരം നേടിയ ആരായിരുന്നു? P ജയചന്ദ്രനായിരുന്നു. അതുപോലെ 2020 ലേറ്റസ്റ്റ് ആണ് 2020 മലയാള സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾക്ക് മലയാള സിനിമയിലെ പരമോന്നത ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരവും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? P ജയചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അദ്ദേഹത്തെ പറ്റി രണ്ട് കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, 2020 JC ഡാനിയൽ പുരസ്കാരം നേടിയത് P ജയചന്ദ്രനാണ്. അതുപോലെ 2014 ഹരിവരാസനം പുരസ്കാരവും P ജയചന്ദ്രൻ നേടിയിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിന്റെ ഭാവഗായകൻ അടുത്തിടെ വിട പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിനെ പറ്റി JC ഡാനിയൽ പുരസ്കാരം 2020 നേടിയതും 2014 ഹരിവരാസനം പുരസ്കാരം നേടിയ കാര്യം കൂടെ ഒന്ന് നോട്ട് ചെയ്തോളാം. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് അടുത്ത 9ാം തീയതി വരെയുള്ള കറണ്ട് അഫയേഴ്സ് നമുക്ക് നോക്കാം. 7ാം തീയതി മുതൽ 9ാം തീയതി വരെയുള്ള പ്രധാനപ്പെട്ട ഒരു 11 പോയിന്റ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്.
ഓക്കെ, എല്ലാവരും എപ്പോഴും പറയാനുള്ളത് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഗെയിൻ നോളജ് മിഷൻ്റെ കോഴ്സിൽ ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മളുടെ ഈ ഒരു മിഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ജനറൽ പരീക്ഷകൾ, യൂണിഫോം പോസ്റ്റിൽ വരുന്ന പരീക്ഷകൾ, പിന്നെ ബികോം ബേസ് ചെയ്ത് വരുന്ന പരീക്ഷകൾ, ഈ പരീക്ഷകൾക്കൊക്കെ 10 മുതൽ ഡിഗ്രി വരെ ഏത് ലെവലും ആയിക്കോട്ടെ നിങ്ങൾക്ക് അനായാസം ഇതിലൂടെ തയ്യാറെടുക്കാം. ലൈവ് ക്ലാസ് ആണ്, ക്ലാസ്സിൽ തന്നെ നോട്ട് എഴുതി പോകുന്ന സിസ്റ്റമാണ്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ മെൻറ്റർഷിപ്പ് സപ്പോർട്ട് 1 ഇയർ നിങ്ങൾക്ക് മെൻറ്ററുടെ സഹായത്തോടു കൂടി പഠിക്കാം. ഓക്കെ, നമ്മൾ സിലബസ് ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ അടുത്തിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ സിലബസ് മനസ്സിലാക്കുക, എങ്ങനെയൊക്കെ തയ്യാറെടുക്കാമെന്നൊക്കെ നിങ്ങൾക്ക് അതിൽ പഠിക്കാം. എന്നിരുന്നാലും നമ്മുടെ കോഴ്സിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കറണ്ട് അഫയേഴ്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസും മാത്രം തരാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഓക്കെ, ക്ലാസ്സുകളെല്ലാം നമ്മുടെ ലൈവ് ക്ലാസ് ആയിട്ട് തന്നെയായിരിക്കും പോവുക. വേറൊന്നുമല്ല, ലൈവ് റെക്കോർഡിങ്സ് എന്തെന്നും നിങ്ങളങ്ങനെ പഠിക്കത്തില്ല. ലൈവ് ക്ലാസ് ആകുമ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ കയറി എന്ത് ചെയ്യും, നോട്ട് ഉൾപ്പെടെ എഴുതിയെടുത്ത് അപ്പോൾ തന്നെ പഠിച്ചു പോകാനും പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മൾ ലൈവ് ക്ലാസ് നടത്തുന്നത്. ഇന്ന് വരെ ഗെയിൻ നോളജ് മിഷൻ്റെ 25ാമത്തെ ബാച്ചാണ് തുടങ്ങാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ഒരു ബാച്ചിലും റെക്കോർഡ് ക്ലാസ് കൊടുത്തിട്ടില്ല, ഇനി അങ്ങോട്ട് കൊടുക്കുകയുമില്ല. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി വെച്ചിട്ട് നമ്മളിൽ വിശ്വാസം അർപ്പിച്ച് വരുന്നവരെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിപ്പിച്ച് റാങ്ക് ലിസ്റ്റിലെത്തി. പിന്നെ ഒരുപാട് ആയിരക്കണക്കിന് പിള്ളേരെ നമ്മൾ എടുക്കുന്നില്ല, ഒരു ബാച്ചിൽ 25 പേരെ മാത്രം. കാരണം മെൻറ്റർഷിപ്പാണ്, നിങ്ങൾ ഓരോരുത്തരെയും ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ട് പിന്നൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മുൻനിരയിലേക്ക് കൊണ്ടുവരണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ ഒരുപാട് പേരായി നടക്കത്തില്ല. ആൾ കൂടിയ പാമ്പ് ചാവില്ല എന്ന് പറഞ്ഞ പോലെ 25 പേരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും പേരെ നമുക്ക് എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് ലിസ്റ്റിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കോഴ്സ് ചേരാൻ താല്പര്യം ബന്ധപ്പെടുക. നമ്മളിതാ ഒരു പുതിയ കോഴ്സ് ഇപ്പോൾ രാത്രി 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന സമയമാണ്. താല്പര്യമുള്ളവർക്ക് കുറച്ച് പേർക്ക് ചേരാൻ 4 വേക്കൻസിയും കൂടി ഇനി അതിനകത്തുണ്ട്. ചേരാൻ താല്പര്യമുള്ളതുണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാ സിലബസ് പ്രകാരമുള്ള എല്ലാ വിഷയങ്ങളും അടിസ്ഥാനപരമായി മുതലായിരിക്കും നമ്മളുടെ ക്ലാസ്സിൽ പറയും. ഓക്കെ, അപ്പോൾ കോഴ്സിൽ ചേരാൻ താല്പര്യം കോൺടാക്ട് ചെയ്യുക. അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങൾക്ക് കൃത്യമായി സിലബസ് ബേസ് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സുകൾ നമ്മുടെ ചാനലിലൂടെ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അധ്യായമായി വീണ്ടും കാണാം. താങ്ക് യു.